മലയിടത്ത് ഒളിഞ്ഞുകിടക്കുന്ന ഒരു ചെറിയ ഗ്രാമം. വീടുകൾ പഴയവ, വെട്ടിപ്പുറപ്പെട്ട മരങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. അപ്രകാരമായ രാത്രികൾ ഭയം പകരുന്നവയാണ്. ഗ്രാമത്തിൽ ഒരു രഹസ്യം നിലനിൽക്കുന്നു, എന്നാൽ അതിനെപ്പറ്റി ആരും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. രാത്രി പകർന്ന് വീട്ടിലിരിക്കുന്നവരെല്ലാം കണ്ണുനിറഞ്ഞ ഭയം കിടക്കുന്നു. ഗ്രാമത്തിൽ ഒരു പെൺകുട്ടിയുടെ ഭൂപ്രേതം നടക്കുന്നു. ആരും അവളുടെ പേര് അറിയുന്നില്ല, ആരും കാണാറില്ല, പക്ഷേ അവളുടെ സാന്നിധ്യം എല്ലായിടത്തും അനുഭവപ്പെടുന്നു. പഴയ കഥ പറയുന്നവരുണ്ട്, ഒരു രാത്രിയിൽ ഒരു പെൺകുട്ടി കളിച്ചിരുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസമാണ് അവൾ അപ്രത്യക്ഷയായി മാറിയത്. ആ ദിവസം മുതൽ അവളുടെ ആത്മാവ് ഗ്രാമത്തിൽ നടക്കുന്നു. അവളെ കാണാൻ പോകുന്നവർ ഒരിക്കലും പുറംലോകത്തേക്ക് മടങ്ങിയെത്തുന്നില്ല. രാവിലെ ഗ്രാമത്തിലെ വാസികളിൽ ഒരാൾ പോലും പുറത്തേക്ക് പോകാൻ ധൈര്യം ചെയ്യാറില്ല. ജലമില്ലാത്ത വഴികൾ, മരങ്ങൾ പൊട്ടിക്കീറിയ ശബ്ദങ്ങൾ, അപ്രത്യക്ഷമായ കാറ്റ്, എല്ലാം ഒരുമിച്ച് ഭീതി പടർത്തുന്നു. ഒരു രാത്രി ഒരു ചെറുപ്പക്കാരൻ, സത്യൻ, തന്റെ സുഹൃത്ത് കുഞ്ഞിനോടൊപ്പം ഗ്രാമത്തിന് പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചു. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പരിശോധിക്കാം. ഒരു പെൺകുട്ടി ഭൂപ്രേതം, സത്യൻ ചിരിച്ചു. പക്ഷേ ചിരി അവസാനിക്കാതെ ഒരു ശബ്ദം കേട്ടു, വരരുതേ. അവൻ കുഴഞ്ഞു. ശബ്ദം നേരിട്ട് മനസ്സിലേക്ക് ഭീതിയായി എത്തുന്നു. കുതിരക്കളങ്ങളിൽ ചവിട്ടുന്ന കാൽത്തുള്ളികൾ പോലെ ഒരു ആളില്ലാത്ത ശബ്ദം അവന്റെ ചുറ്റുപാടിൽ മുഴങ്ങി. കുഞ്ഞി കരയുന്നു. സത്യൻ അവനെ ധൈര്യം നൽകി, പക്ഷേ അവന്റെ ഹൃദയം പുളക മാത്രമാണ്. രാത്രി കൂടുതൽ ഇരുണ്ടതായി മാറി. ഗ്രാമത്തിലെ വീഥികളിൽ കാറ്റുപോലെ ചലിച്ചു. ചിലപ്പോൾ ചെറുപൊടിയും ശബ്ദങ്ങളും ഉയർന്നു. ഒരു വലിയ മരത്തിന് മുകളിലേക്ക് കനിവുള്ള കണ്ണുകൾ തെളിഞ്ഞു. സത്യൻ ഭയം കൊണ്ടു പടിപടിയായി പഠിച്ചെത്തി. അങ്ങനെ അവൻ വീഥികളിലൂടെ നടന്നപ്പോൾ അപ്രത്യക്ഷമായ ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേട്ടു. പുറത്തു പോകാൻ ആരും വരരുത്. ശബ്ദം ഇളകാതെ, പാളയമില്ലാതെ, അവന്റെ മനസ്സിനെ തകർത്ത്. അവർ ഭീതിയിൽ കുടുങ്ങി. എന്നാൽ ഒരു വെളിച്ചം അവരെ വഴികാട്ടിയില്ല. വീഥികളിൽ മൂടിപ്പറഞ്ഞ മൂടൽപ്പുരകൾ, തകർന്ന വീഥികൾ, എല്ലാം ഒരു ഇരുണ്ട ഭൂമിയല്ലാത്ത ലാബിരിന്ത് പോലെ മാറി. പക്ഷേ സത്യൻ ശ്രദ്ധിച്ചു, ആ പെൺകുട്ടിയുടെ സാന്നിധ്യം കാഴ്ചയിലല്ല, ശബ്ദത്തിലൂടെയാണ്. അവളുടെ കണ്ണുകൾ കാണാനാവുന്നില്ല, അവളുടെ മുഖം ആരും കണ്ടിട്ടില്ല, പക്ഷേ അവർ ഓരോ സഞ്ചാരത്തിലും അവളുടെ ശബ്ദം അനിവാര്യമായി കേൾക്കുന്നു. അവൾ ഗ്രാമത്തെ പൂട്ടിയിട്ടുണ്ട്. ഒരുപക്ഷേ അവൾക്ക് പുറത്തേക്ക് പോകാൻ ആരെയും അനുവദിക്കാനില്ല. ആ രാത്രിയിൽ സത്യനും കുഞ്ഞിയും ഗ്രാമത്തിന്റെ മായാമണ്ഡലത്തിൽ കുടുങ്ങി. അവളുടെ ശബ്ദം ഇവിടെ നിന്നു നീങ്ങരുത് എന്നും പുറത്തേക്കുള്ള വഴി നീ അപ്രത്യക്ഷമായിരിക്കും എന്നും വിളിക്കുന്നു. അന്ന് രാത്രി ആരും ഗ്രാമത്തിൽ നിന്നു പുറത്തെ ലോകത്തെ കാണാൻ ശ്രമിച്ചില്ല. ഗ്രാമം, കാറ്റ്, മരങ്ങൾ, ശബ്ദങ്ങൾ എല്ലാം ഒക്കെ അവളുടെ ഇച്ഛാനുസൃതമായി മാറി. സത്യനും കുഞ്ഞിയും ഒരു വീട്ടിൽ കുടുങ്ങി, ഭീതിയിൽ ഉണർന്നു. പിന്നീട് ഒരു വൃദ്ധൻ പറഞ്ഞു, അവളെ കാണാൻ ശ്രമിക്കരുത്. അവളുടെ പേര് ചോദിക്കരുത്. അവളുടെ ശബ്ദം കേട്ടാൽ നീ എവിടെയും രക്ഷപ്പെടാനില്ല. രാത്രി പിന്നിടുമ്പോൾ സത്യനും കുഞ്ഞിയും ഒരു പഴയ വീട് കണ്ടെത്തി. ആ വീട് ഇക്കാലം മുതൽ ആളുകൾ ഉപേക്ഷിച്ചുവെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ രാത്രി അവിടെ ഒളിക്കാൻ ഒഴിഞ്ഞിടം മാത്രമായിരുന്നു. വീടിന്റെ വാതിൽ തുറന്നപ്പോൾ ശബ്ദം ശക്തമായി ഉയർന്നു. വരരുത്, ഇവിടെ നിന്നു നീങ്ങരുതേ. സത്യൻ കുഞ്ഞിയെ പിടിച്ചു വീടിനുള്ളിൽ കയറുകയായിരുന്നു. വീടിന്റെ വാതിൽ അടഞ്ഞ് ഇരുട്ടിനൊപ്പം അനാവൃതമായ ഒരു ശീതളത അനുഭവപ്പെട്ടു. അവിടെ അവർ കണ്ടത് വീടിന്റെ മുറിയിൽ ഒരു ചെറിയ ചില്ലറ കുട്ടിയുടെ ചിത്രം. പക്ഷേ ചിത്രം നിലനിൽക്കുന്നില്ല, അത് ഓരോ ദിവസവും മാറിപ്പോകുന്ന ഒരു മുഖമായിരുന്നു. സത്യന്റെ ഹൃദയം അടിച്ചു പാളിച്ചു. കുഞ്ഞി കരഞ്ഞു, അവൾ അവിടെ തന്നെയാണ്. പക്ഷേ സത്യൻ ഓർമ്മിച്ചു, ഗ്രാമത്തിലെ പഴയ വൃദ്ധൻ പറയുന്നത്, അവളെ നേരിട്ടു നോക്കരുത്. ആ സമയത്ത് അവൾ നിന്നെ ഒരിക്കലും വിട്ടുനിൽക്കുകയില്ല. അതിനാൽ അവർ ചിത്രത്തിൽ നേരിട്ടു നോക്കാതെ വീടിനുള്ളിൽ ഒളിഞ്ഞു. ആ സമയത്ത് ഒരു കാറ്റ് വീട് മുഴുവനായി ചുറ്റിപ്പെട്ടു. വാതിലുകൾ അടിച്ചു പാടില്ലാത്ത ശബ്ദം ഉണ്ടാക്കി, പാത്രങ്ങൾ തകർന്നു വീണു, ചില്ലറ വസ്തുക്കൾ ഉരുട്ടി. അവളുടെ ശബ്ദം അടുത്ത് തൽക്ഷണത്തിൽ നീ പോകാൻ ശ്രമിച്ചാൽ എന്ന് വിളിച്ചു. സത്യനും കുഞ്ഞിയും മുഴുവൻ കിടന്നുപോയി. എന്നാൽ ഒരു വിചിത്രമുണ്ടായി, ശബ്ദം വളരെ നിസ്സാരമായും ശാന്തമായും മാറി. എന്ത് ആയി? കുഞ്ഞി ചേദിച്ചു. അവളെ തികച്ചും ഭയപ്പെടുത്തരുത്. ഭയം മാത്രം അവളെ ശക്തിപ്പെടുത്തും, സത്യൻ വിചാരിച്ചു. പിന്നീട് അവർ കണ്ടു, വീടിന്റെ മുറിയിലെ ഒരു ജനൽ പുറത്ത് തുറന്നുപോയി. ആ ജനൽ വഴി അവർ ഗ്രാമത്തിന്റെ വെളിച്ചം കാണാൻ തുടങ്ങി. എന്നാൽ വെളിച്ചം പോലെ തോന്നിയത് ഒരു മറഞ്ഞ പ്രപഞ്ചത്തിന്റെ ഭ്രാന്തു മാത്രം. ആ സമയത്ത് സത്യൻ തിരിച്ചറിഞ്ഞു, പെൺകുട്ടി മാത്രമല്ല, ഗ്രാമം തന്നെ ഒരു അപ്രത്യക്ഷമായ കവർച്ചയിലേക്കാണ് പെട്ടത്. രാവിലെ ആരും വീടുകൾ വിട്ടുപോകാനാവില്ല. തെരുവുകളിൽ തകർന്ന മരങ്ങളും കാറ്റും കുട്ടിയുടെ ശബ്ദവും എല്ലാം അവിടെ കുടുങ്ങിയവരെ ഭീതിപ്പെടുത്താൻ രൂപപ്പെട്ടിരുന്നു.
അവൾക്ക് 2 കാര്യങ്ങൾ മാത്രം ഇഷ്ടമാണ്. ആരോർക്കും ഗ്രാമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കാതെ ഭീതിപ്പെടുത്തുക. പെൺകുട്ടികളെ ശ്രദ്ധിക്കുക, അവരുടെ പേരുകൾ ഒക്കെ കളഞ്ഞു പോകാതെ. സത്യനും കുഞ്ഞിയും ആ രാത്രി വീടിനുള്ളിൽ കുത്തിക്കിടന്നു. എന്നാൽ അവൾ ആ സമയത്ത് വീട്ടിലേക്ക് പെട്ടെന്ന് വന്ന പോലെ തോന്നി. വാതിലുകൾ അടഞ്ഞു, ചില്ലറ വസ്തുക്കൾ ചലിച്ചു, പാടില്ലാത്ത ശബ്ദം മുഴങ്ങി. പക്ഷേ അവർ കരുതിയതുപോലെ പെൺകുട്ടിയുടെ ശബ്ദം അവരെ നേരിട്ട് തന്നെ പാടില്ലാതെ ഭീതിപ്പെടുത്തുന്നു. ഇവിടെ നിന്നു നീങ്ങരുത്, ശബ്ദം മുഴങ്ങുന്നു. അവിടെ നിന്നു ഞാൻ ശ്രമിക്കുന്നത് അവളെ കൂടുതൽ ശക്തിപ്പെടുത്തും. അവളിയുടെ ശക്തി ഭീതിയുടെ രൂപത്തിൽ ഗ്രാമത്തിന്റെ എല്ലാ വഴികളിലും പടർന്നിട്ടുണ്ട്. രാവിലെ ഗ്രാമവാസികൾ അറിഞ്ഞു, ഒരാൾ പോലും രാത്രി പുറത്തു പോയിട്ടില്ല. വൃദ്ധൻ പറഞ്ഞു, ഒരു നാളികേരത്തിനും ഇവിടെയാകാൻ പാടില്ല, ആരും അപ്രത്യക്ഷനെ നേരിടരുത്. രാത്രി തുടർന്നു. സത്യനും കുഞ്ഞിയും വീടിനുള്ളിൽ ഒളിഞ്ഞു. എന്നാൽ അവരുടെ ഭയം ഓരോ നിമിഷവും കൂട്ടുന്നു. വീടിന്റെ മതിലുകൾ ഒന്നുകൂടി അലിഞ്ഞു, ചില്ലറ വസ്തുക്കൾ അപ്രത്യക്ഷമായി മാറി, ഒരു നിശബ്ദ ശബ്ദം അവരുടെ മനസ്സിൽ മുഴങ്ങുന്നു. അവളിയുടെ ശബ്ദം വീണ്ടും വിളിച്ചു, നീ ഇവിടെ നിന്നു പോകാൻ ശ്രമിക്കരുത്. നോക്കരുത്. അറിയരുതേ. സത്യൻ മനസ്സിലാക്കി, ഈ പെൺകുട്ടി ഗ്രാമം മുഴുവനും ഒരു കാഴ്ചയില്ലാത്ത കണ്ണിയെന്ന പോലെ നിയന്ത്രിക്കുന്നു. പക്ഷേ ഒരു പഴയ പുസ്തകം വീട് കൊളാപിച്ച മരങ്ങളിലൊന്ന് അടിച്ചിറക്കി കണ്ടു. പുസ്തകത്തിൽ ഒരു രഹസ്യകഥ. കഥ പറയുന്നു, ഈ ഗ്രാമം പലകാലം മുൻപ് ഒരു വലിയ ദുരന്തത്തിന്റെ ശൂന്യമായി. ഒരു പെൺകുട്ടി ഗ്രാമം രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും വൃത്തിക്കുള്ള ദുരാശയുടെ സാന്നിധ്യത്തിൽ കുടുങ്ങി. അവളുടെ ആത്മാവ് ഇനി എവിടെയും പോകാൻ അനുവദിക്കില്ല, പക്ഷേ ഭ്രാന്തമായ ശബ്ദവും കാഴ്ചയും ഗ്രാമത്തെ നിയന്ത്രിക്കുന്നു. സത്യനും കുഞ്ഞിയും മനസ്സിലാക്കി, അവർ ഭയത്തിലൂടെ മാത്രമേ അതിജീവിക്കുകയുള്ളൂ. അവർ തീരുമാനിച്ചു, പെൺകുട്ടിയുടെ പേരിനെ ചോദിക്കരുത്, അതിനെ നേരിട്ടു നോക്കരുത്, ശബ്ദം കേട്ടാൽ പോലും ഭയം പ്രകടിപ്പിക്കരുത്. പിന്നീട് അവർ ശ്രദ്ധിച്ചു, ഒരു ചെറിയ വെളിച്ചം വീട് പുറത്തുനിന്ന് പതിഞ്ഞു. സത്യൻ ഭയം നിയന്ത്രിച്ചുകൊണ്ട് വെളിച്ചത്തിലേക്ക് കുട്ടിയെ കൂട്ടിനയിച്ചു. അവൾ ശബ്ദമില്ലാതെ ചെറിയ വിരൽ പോലെ അവരെ വഴികാട്ടി. അവർ പുറത്തിറങ്ങി. പക്ഷേ ഗ്രാമം പൂർണ്ണമായും മാറി. വീഥികളിൽ തകർന്ന മരങ്ങളും കാറ്റും ശബ്ദങ്ങൾ എല്ലാം അവളുടെ ഭീതിപ്രഭാവം. ഒരു തെറ്റുപടി പോലും എടുത്താൽ ശബ്ദം മുഴങ്ങുന്നു. നീ പോകാൻ ശ്രമിക്കുമ്പോൾ ഞാൻ കാണും. ഞാൻ അടിക്കും. അവർ ഗ്രാമത്തിന്റെ അതിവിശാലമായ പടിയിലൂടെ പോയി. എല്ലാ വഴികളും മറഞ്ഞിരുന്നില്ല, പക്ഷേ പെൺകുട്ടി നോക്കാതെ, ഭയം പ്രകടിപ്പിക്കാതെ പോയാൽ അവർ ഒരുപാട് ദൂരം കഴിഞ്ഞു. അവളിയുടെ ശബ്ദം പിന്നിൽ തുടർന്നു, ശബ്ദമില്ലാത്ത രീതിയിൽ. അവർ തിരിച്ചറിയണം, പെൺകുട്ടിയുടെ ഭയവും നിയന്ത്രണവും അവർ ഭയഭരിതരായി കാണുമ്പോൾ ശക്തിപ്പെടും. രാവിലെ അവർ ഗ്രാമത്തിന്റെ അതിർത്തിയിൽ എത്തി. ഒരു ലഘുശ്വാസം വിട്ടു സത്യനും കുഞ്ഞിയും. അവളെ നേരിട്ട് കാണാനാവാതെ, ശബ്ദത്തിൽ പോലും ഭയം പ്രകടിപ്പിക്കാതെ അവർ പുറത്തേക്ക് രക്ഷപ്പെട്ടു. പിന്നീട് ഗ്രാമത്തിലെ വൃദ്ധൻ പറഞ്ഞത്, അവളെ നോക്കരുത്, പറയരുത്, ഭയം പ്രകടിപ്പിക്കരുത്. എന്നാൽ ഒരാൾ തന്നെ അവർ തിരിച്ചറിയാതെ രക്ഷപ്പെട്ടാൽ അവൾ ശാന്തി കണ്ടെത്തും. ഗ്രാമം ആ രാത്രി മുതൽ ഒരിക്കലും മാറുന്നില്ല. അവളെപ്പറ്റി ഒരു രഹസ്യം മാത്രമേ ബാക്കിയുള്ളൂ, അവളുടെ പേര് ആരും അറിയില്ല. അവളുടെ സാന്നിധ്യം, ശബ്ദം, കാഴ്ചകൾ എല്ലാം ഭയത്തിന്റെ പ്രതീകം മാത്രമാണ്. രാത്രി വീഥികളിൽ നടക്കുന്നത് അപ്രത്യക്ഷമായ പെൺകുട്ടി ഭയത്തിന്റെയും അപ്രത്യക്ഷതയുടെ കലാപരമായ പ്രത്യക്ഷമാണ്.